ഹായ് ഡിയേഴ്സ്, നമ്മൊരു പുതിയ വീഡിയോയിലോട്ടാണ് ഓട്ടോമേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നോൺ ഡിറ്റർമിനിസ്റ്റീവ് ഫൈനൈറ്റ് ഓട്ടോമേഷനും ഒരു സ്ട്രിങ്ങിൻ്റെ ആക്സെപ്റ്റബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് ഒരു പ്രോബ്ലം മനസ്സിലാക്കുമ്പോഴാണ് കൂടുതലത് ശരിയായി വരിക. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലമാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ആക്സെപ്റ്റഡ് സ്ട്രിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഹൂസ് ട്രാൻസിഷൻ ഫംഗ്ഷണൽ ഡെൽറ്റ ഈസ് ഗിവൺ ബൈ ടേബിൾ ഇൻ ദ ഫോം ഓഫ് എ ട്രാൻസിഷൻ ടേബിൾ. അതായത് ഡെൽറ്റ എന്ന് പറയുന്നൊരു ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ഒരു ടേബിൾ, ട്രാൻസിഷൻ ടേബിൾ തന്നിട്ടുണ്ടെന്ന് പറയാം. നമുക്കറിയാം ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ടപ്പിളാണ്, ഓട്ടോമേഷൻ ടപ്പിളാണ്. ആ ടപ്പിൾ ട്രാൻസിഷൻ എപ്പോഴും തരില്ല, ഒന്നുകിൽ ട്രാൻസിഷൻ ടേബിളായിട്ടോ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഡയഗ്രമായിട്ടാണോ ആണ് നമുക്ക് തരിക. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ട്രാൻസിഷൻ ടേബിളായിട്ടാണ് തന്നിട്ടുള്ളത്. ആ ടേബിളാണ് ഈ കാണുന്നതാണ് ട്രാൻസിഷൻ ടേബിൾ. ഇങ്ങനെ തന്നിട്ടുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതിൽ ക്യൂ എന്ന് പറയുന്നത് Q0, Q1, Q2, Q3 ഇത്രയും സ്റ്റേറ്റുകളാണ് അതിൽ ഉള്ളത്. പിന്നെ ഇൻപുട്ട് സിമ്പിൾസ് പറയുന്നത് 0യും 1ഉം രണ്ട് ഇൻപുട്ട് സിമ്പിൾസാണുള്ളത്. ഫൈനൈറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Q0 ആണ്. ക്വസ്റ്റ്യനുള്ളതാണ്, നമുക്ക് മനസ്സിലാവുമ്പോൾ അവസാനം ഈ പ്രോബ്ലം വഴി കിട്ടുന്ന സ്റ്റേറ്റ് Q0 ആണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗിവ് ദ എൻ്റർ സീക്വൻസ് സ്റ്റേറ്റ് ഓഫ് ഫോർ ദി ഇൻപുട്ട് സ്ട്രിങ് തന്നിട്ടുണ്ട്. ഇൻപുട്ട് സ്ട്രിങ് തന്നിട്ടുണ്ട് 1 1 0 1 0 1. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷനാണ് എഴുതുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ എഴുതുക എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ് സ്ട്രിങ്, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ നമ്മൾ ഡെൽറ്റ എന്ന് എഴുതി ബ്രാക്കറ്റിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ് Q0 അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തന്ന സ്ട്രിങ് ആണ് 1 1 0 1 0 1. ഇതാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് തുടങ്ങുക പ്രോബ്ലം. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത് സ്റ്റെപ്പാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. പിന്നെ ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ഇടാൻ കാരണം ഫസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് സ്ട്രിങ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിനനുസരിച്ചിട്ട് സ്റ്റേറ്റ് മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജ് നടക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. ആ ആരോ മാർക്ക് ഇട്ടതിനനുസരിച്ചിട്ടാണ് ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഫ്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു Q0 ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. Q0-ന് 1 ഇൻപുട്ട് സിമ്പിൾ വരുമ്പോൾ സ്റ്റേറ്റ് എന്താണ്? അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ ടേബിൾ അത്യാവശ്യമാണ്. Q0-ന് 1 വരുന്നത് Q1-ലാണ് വരുന്നത്. അപ്പോൾ അടുത്തത് സ്റ്റേറ്റ് Q1 ആവും. ആ ഇൻപുട്ട് സിമ്പിൾ ഒന്ന് മാറി ചെയ്യും. അടുത്ത് Q1 ആയി, കറക്റ്റാണ്, Q1 ആയി. ഈ ഫസ്റ്റത്തെ 1 റിമൂവ് ആയിപ്പോയി. ബാക്കി 1 0 1 0 1 അത്രയും വന്നു. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട, Q1 എന്നുള്ള സ്റ്റേറ്റിൽ 1 ഇൻപുട്ട് സിമ്പിൾ വരുമ്പോൾ എന്താണ് സ്റ്റേറ്റ്? അപ്പോൾ നമുക്ക് അടുത്ത് ടേബിളിലോട്ട് പോയി നോക്കാം. Q1-ൽ 1, Q1 എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 1 ഇൻപുട്ട് സിമ്പിൾ വരുന്നത് വീണ്ടും Q0 ആണ്. കറക്റ്റാണോ? നമുക്ക് നോക്കാം. കറക്റ്റാണ്, Q0 തന്നെയാണ് വന്നിട്ടുള്ളത്. Q0-ൽ 1 പോയപ്പോൾ ബാക്കി 0, അടുത്ത 4 ഡിജിറ്റ് വരും 0 1 0 1. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് അടുത്തതിൽ Q0 ഇൻപുട്ട് സിമ്പിൾ 0 ആണല്ലോ. അപ്പോൾ ചെക്ക് ചെയ്യുക. Q0 ഇൻപുട്ട് സിമ്പിൾ 0, Q2 വരും. Q2 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യൂ. ശരിയാണ്, Q2 ആണ് വരുന്നത്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ Q2-ൽ 1, Q2-ൽ 1 പറയുമ്പോൾ Q2 1 വരുന്നത് Q3-ലാണ്. അപ്പോൾ അടുത്ത് Q3 ആണോ ചെക്ക് ചെയ്യുക. അതേ, Q3 ആണ് വന്നിട്ടുള്ളത് 0 1. അത് റിപ്പീറ്റ് ചെയ്ത് വരിക. അവസാനം ഇതേ പ്രോസസ് ചെയ്ത് വരുമ്പോൾ അവസാനം ഒരു സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് Q0 ആണ്. പിന്നെ 1 എന്നുള്ള ഇൻപുട്ട് സിമ്പിളും കൂടി പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല. അതിനെയാണ് നൾ സെറ്റായിട്ട് കാണിക്കുന്നത്. ക്യാപ്പ് രൂപത്തിൽ കാണിക്കുന്നത്. ഒന്നുമില്ല, നൾ സെറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്.
അതായത് അവസാനത്തെ സ്റ്റേറ്റ് ക്യൂ നോട്ട്. നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് ക്യൂ നോട്ടാണെന്ന് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ്, നമുക്ക് ചെയ്തപ്പോഴും അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിനെ ഒരു ഇൻഫർമേഷൻ ഫ്ലോ അല്ല, പ്രോസസ് ഫ്ലോൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇൻപുട്ട് സിമ്പിൾസ് ഓരോന്നായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ക്യൂ നോട്ട്, പിന്നെ Q1, Q0, Q2, Q3, Q1, Q0 അങ്ങനെ എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Q0 ടെൻസ് ടു Q1, ടെൻസ് ടു Q0, ടെൻസ് ടു Q2, Q3, Q1, Q0. അതിന് മുകളിൽ എഴുതിയിട്ടുള്ള ഇൻപുട്ട് സിമ്പിൾസ് ആണ് അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. 1 1 1 0 1 0 1 അത് അങ്ങനെ എഴുതാം. അതാണ് പറയുന്നത്. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ഇൻപുട്ട് സിമ്പിൾസ് ആണ്. അതായത് മെഷീനിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന കറണ്ട് ഇൻപുട്ട് സിമ്പിൾസിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.